1983-84 SSLC ഇരിട്ടി ഹൈസ്കൂളിലെ ബാച്ചാണ്. നമ്മളൊരു ആദ്യത്തെ സംഘം 2 വർഷം മുന്നേ ആയിരുന്നു. ഒരു 150 പേരോളം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. ഇത് 4ാമത്തെ ഗെറ്റ് ടുഗദറാണ് സംഘടിപ്പിച്ചത്. നമ്മൾ കുറേ ടൂർ പ്രോഗ്രാം അതുപോലെ ഇരിട്ടി ഹൈസ്കൂളിൽ കുറച്ച് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഇരിട്ടി ഹൈസ്കൂൾ 1983-84 SSLC ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം മാടത്തിൽ മിർലാഖ് ഭവനിൽ നടന്നു. ഇവിടുത്തെ അന്തേവാസികൾക്കൊപ്പം ഒരു ദിവസം മുഴുവൻ ചെലവഴിച്ചാണ് ഇവർ മടങ്ങിയത്. മിർലാഖ് ഭവനിലേക്ക് ആവശ്യമായ ഫർണിച്ചറുകൾ ഉൾപ്പെടെ ഇവർക്ക് കൈമാറാൻ തീരുമാനിച്ചതായി പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് PV രത്നാകരൻ പറഞ്ഞു. 1983-84 SSLC ഇരിട്ടി ഹൈസ്കൂളിലെ ബാച്ചാണ്. നമ്മളൊരു ആദ്യത്തെ സംഘം 2 വർഷം മുന്നേ ആയിരുന്നു. ഒരു 150 പേരോളം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ. ഇത് 4ാമത്തെ ഗെറ്റ് ടുഗദറാണ് സംഘടിപ്പിച്ചത്. നമ്മൾ കുറേ ടൂർ പ്രോഗ്രാം അതുപോലെ ഇരിട്ടി ഹൈസ്കൂളിൽ കുറച്ച് വേണ്ടപ്പെട്ട സാധനങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ആദ്യം തുടങ്ങിയത്. ഇത്തവണ വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു ജീവകാരുണ്യ പ്രവർത്തന നിലക്ക് ഈ മാടത്തിലുള്ള മിർലാഖ് അന്തേവാസികളോടുകൂടെ പങ്കെടുക്കാനും അവർക്ക് വേണ്ട അത്യാവശ്യമുള്ള സഹായങ്ങൾ ചെയ്യാനുമാണ് നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തീരുമാനിച്ചത്. അതുപ്രകാരം ഏകദേശം 10-35ഓളം വിദ്യാർത്ഥികൾ നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥികൾ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾ അന്ന് പഠിച്ച കൂടെ സഹപാഠികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവർക്ക് വേണ്ട അത്യാവശ്യമുള്ള ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കാം എന്ന് ഏറ്റിട്ടുണ്ട്. അതാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് ഇവരുടെ രാവിലെ മുതലുള്ള ചായയും അതുപോലെ തന്നെ ഉച്ചക്കത്തെ ഫുഡും വൈകുന്നേരത്തെ ഫുഡും ഒക്കെ ആയിട്ട് ഒരു ദിവസം ഇവരെ കൂടെ ഒന്നിച്ച് ഉല്ലസിക്കാൻ വേണ്ടി വന്നതാണ്. അതുപോലെ രാവിലെ ഇവിടെയുള്ള അന്തേവാസികളുടെ ഡാൻസ്, പാട്ട്, അതുപോലെ വളരെ എൻജോയ്മെൻറ്റ് നമ്മൾ പുറത്തുനിന്ന് കാണുന്നതല്ല ഇവിടെ വന്നപ്പോൾ ഉള്ളത്. കാരണം നമ്മളാക്കറ്റും സുഖത്തിലാണ് ഇവിടെ കഴിയുന്നതെന്നാണ് നമുക്കിവിടെ മനസ്സിലാക്കി കഴിഞ്ഞത്. കാരണം അത്രയും നല്ല ഒരു അന്തരീക്ഷമായിരുന്നു. അവർ വളരെ നന്നായി നമ്മുടെ കൂടെ ഉല്ലസിച്ചാണ് ഈ സമയം വരെ കഴിഞ്ഞത്. അതുപോലെ ഇത് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ 2-3 സിസ്റ്റേഴ്സ് ഉണ്ട്. അവർക്കാണ് ആദ്യമായി നമുക്ക് ഈ ഗ്രൂപ്പിൽ നന്ദി പറയാനുള്ളത്. ഇതുപോലത്തെ ഫുഡും അതുപോലെ കിട്ടാത്ത കുറേ അനാഥാലയങ്ങൾ നമ്മുടെ നാടുകളിലുണ്ട്. ഇനിയും ഇതുപോലുള്ള ബാച്ചുകൾ ഉല്ലസിച്ച് നമ്മൾ ടൂറ് പോകാതെ കുറേ ഇതുപോലുള്ള അനാഥാലയങ്ങൾക്ക് ആ പൈസ ഉപകരിക്കത്തതിൽ ഫുഡായിട്ടും മറ്റു സാമഗ്രിയായിട്ടും കൊടുക്കുകയാണെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് മാത്രമാണ് പറയുന്നത്. നമ്മുടെ ഇന്ന് ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. അതുപോലെ എല്ലാവരും വളരെ അകവഴിഞ്ഞ സഹായങ്ങളാണ് ഇതിന് വാഗ്ദാനം ചെയ്തത്. ആരും ഒരു ബുദ്ധിമുട്ടില്ലാതാണ് ഈ സമയം വരെ പോയത്. 4 മണിക്ക് പരിപാടി അവസാനിക്കും. സെക്രട്ടറി NP മുരളി, ട്രഷറർ E സുദീപൻ, സുധാകരൻ, സന്തോഷ്, പോൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി.